ഇത് നമ്മള് എന്താ പറയാ അമ്മ ഡിസൈൻ മൂവി അവിടെ പോണേ ഞങ്ങള് അവിടെ പോയിട്ട് കാണാം. ലെറ്റ്സ് ഗോ. അവൾ ആ വീഡിയോയിൽ പറയുന്നത് ദൃശ്യം മൂവി കാണാൻ പോകണ്ടെന്ന് പറയുന്നത്. സോ അത് മനസ്സിലാവില്ല. എനിക്ക് കുറച്ച് നേരം ഇട്ടിട്ട് വേണം മനസ്സിലായത്. പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ദൃശ്യം 3 മൂവി കാണാനാണ് പോയത്. പൂനെയിൽ ഉള്ള ഒരു മോളിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോയത്. പിന്നെ നമുക്ക് എന്തൊക്കെയുണ്ട് പിന്നെ അത് നോക്കാം. ഫൈനലി വി റീച്ച് ദി തിയേറ്റർ. ഞങ്ങൾ ആ തിയേറ്ററിനെത്തി. സോ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തതാണ്. പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് അവിടെ പോയതാണ്. സോ ഉള്ളിലും പോയിരുമ്പോൾ ഈ ചെറിയൊരു വാട്ടർഫോൾ കണ്ടു. പക്ഷേ സിനിമക്കുള്ളിൽ പോകാൻ സമയമായി. പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം അത് കണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ പോയത്. ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം സിനിമ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ എത്തിയത്. എപ്പോൾ ഞങ്ങൾ ഒരു സിനിമക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ലേറ്റായിട്ടാണ് ഉള്ളിൽ എത്തും. സോ ഇതാണ് ഫസ്റ്റ് ടൈം കറക്റ്റ് സിനിമ മീൻസ് സിനിമ റിലീസ് ആവുന്ന സമയത്ത് കറക്റ്റ് അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ എൻട്രായി. പിന്നെ മൂവിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഫൈനലായിട്ട് ഒരു ഫോട്ടോസോ പിന്നെ പുറത്ത് വന്നിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. 10-10:30 ആയി. സോ ഈ മൂവിയുടെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ പാർട്ട് 1 പാർട്ട് 2 ഭയങ്കര സൂപ്പറാണ്. പാർട്ട് 3 കുറച്ച് സങ്കടം വന്നത് കുറച്ച് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് കുറച്ച് അതിൽ മാത്രം നെഗറ്റീവായിട്ട്. പിന്നെ ആ പടം അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ ഒരു 11 o'clock അങ്ങനെ എത്തി. 11-11:30 എത്തി. പിന്നെ 11:30 എത്തിയ ശേഷം ഇത് അങ്ങനെ കണ്ടിന്യൂസ്. നെക്സ്റ്റ് ഡേ വ്ലോഗാണ്. നെക്സ്റ്റ് ഡേ ഞാൻ പുട്ട് ഉണ്ടാക്കിയായിരുന്നു. പുട്ട് അത് കുറച്ച് നേന്ത്രപ്പഴം പാലിട്ടിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അങ്ങനെ ഒരു പായസത്തെ പോലെ ഒരു കൺസിസ്റ്റൻ്റിൽ വെച്ചു. ആക്ച്വലി നോർമൽ 5 പുട്ടിൻ്റെ ഓപ്പോ ബനാന ഇങ്ങനെ കുഴച്ചിട്ടാണ് കഴിക്കും. അപ്പോൾ കഴിച്ചപ്പോൾ കുറച്ച് ഹാർഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നേന്ത്രപ്പഴം ചെറിയ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് പാല് കുറച്ച് വെള്ളപ്പൊടി മീൻസ് ജാഗ്രി പൗഡർ നല്ലവണ്ണം പാൽ ഒഴിച്ചിട്ട് അത് നല്ല വേവിച്ച് 3 ഗീ ഒഴിച്ച് നല്ല വേവിച്ചിട്ട് കുറച്ച് നല്ല ഒരു പായസ കൺസിസ്റ്റൻസി എടുത്തു. അപ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ ഹാർഡ്നെസ്സോ ത്രോട്ടിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് പോലെ എനിക്കാണ്. അപ്പോൾ ഞാൻ നോർമലായിട്ട് പാല് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ഡിഫറെൻ്റായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒപ്പം പപ്പട വെച്ച് കഴിച്ചിട്ടുള്ള ഭയങ്കര സൂപ്പറാണ്. സോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോക്ക് പോയി. ഇവിടെ ഞാൻ സ്റ്റേ ചെയ്ത അടുത്ത് ഒരു സിവിൽ കോഴ്സുള്ള ഒരു പിള്ളേരുണ്ട്, 2 പിള്ളേർ. അപ്പോൾ അവർക്ക് സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു. ഇതുവരെ ഞാൻ സ്റ്റുഡിയോ പോയില്ല അങ്ങനെ പറഞ്ഞതാണ്. ശരി ഓക്കെ. അപ്പോൾ അവർക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ട് ഓട്ടോ ബുക്ക് ചെയ്തിട്ട് പിന്നെ വിളിച്ചിട്ട് പോയതാണ്. അവിടെ ഉള്ള സ്റ്റാർ ബസാർ. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഈ സ്റ്റുഡിയോ. ഇപ്പോഴത്തെ സമ്മർ കളക്ഷൻസ് നല്ല കളക്ഷൻസാണ്. സോ അവർ കുറച്ച് കൂടി പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ. സോ ടാറ്റ ബൈ ബൈ സീ യു. ഇനി നെക്സ്റ്റ് വ്ലോഗിൽ നമുക്ക് നോക്കാം.